കോളേജ് അധ്യാപികയെ ഭർത്താവ് വീട്ടിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ചു. കോട്ടപ്പുറം സ്വദേശി വൈശാഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവ് ലഹരിക്ക് അടിമയെന്ന് അധ്യാപിക പറയുകയാണ്. സ്നേഹമോൾ നൈനാൻ ചേരുന്നുണ്ട്. സ്നേഹ, എന്താണ് സംഭവിച്ചത്? കൂടുതൽ കാര്യങ്ങൾ എന്താണ് പോലീസ് പറയുന്നത്? അധ്യാപികയുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ ലഹരിക്ക് അടിമയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? പ്രജീഷ്, നിരന്തരം ഈ കോളേജ് അധ്യാപികയായ ഈ സ്ത്രീ ഈ ഭർത്താവിന്റെ കയ്യിൽ നിന്നും ഇത്തരത്തിലൊരു ആക്രമണം നേരിട്ടു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കോട്ടപ്പുറം സ്വദേശിയായ വൈശാഖിന്റെ പക്കൽ നിന്നുമാണ് ഈ കോളേജ് അധ്യാപിക ഈ സ്ത്രീക്ക് ഇത്തരത്തിൽ ആക്രമണം നേരിടേണ്ടി വന്നത്. ഇവർക്ക് 2 വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട്. 5 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത്. അന്ന് മുതൽ ഈ ഭർത്താവ് തന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് ഈ സ്ത്രീ പരാതിയിൽ പറയുന്നത്. ഈ ലഹരിക്കടിമയായ ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവർ സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയിരുന്നു എന്നും പറയുന്നുണ്ട്. ഇന്നലെ രാത്രി സമാനമായ രീതിയിൽ വീട്ടിലെത്തി അദ്ദേഹം ആക്രമിക്കാൻ ശ്രമിക്കുകയുണ്ടായി. വീടിന് നേരെ കല്ലേറ് ഒക്കെ നടത്തുകയുണ്ടായി. ഒന്നലെ വധഭീഷണിയും മുഴക്കുകയുണ്ടായി. തുടർന്നാണ് ഇവർ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഈ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പും അവർ പങ്കുവച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ മാനസികവും ശാരീരികമായ പീഡനങ്ങൾ അനുഭവിച്ചു വരികയാണ്. അദ്ദേഹം ഒരു ക്രോണിക് മദ്യപാനിയും ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിനുമൊക്കെ അടിമയാണ്. സ്നേഹവും പിന്തുണയും ക്ഷമയും ഒക്കെ നൽകാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ അതിക്രമം തുടരുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് പുറത്തുവിടുന്നത്. അതോടൊപ്പം തന്നെ ഈ നിരന്തരം ഈ ഭർതൃപീഡനത്തെ തുടർന്ന് യുവതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്നുള്ള വാർത്തകളൊക്കെ കണ്ടുവരികയാണ്. അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ ഒരു അതിജീവനത്തിന്റെ പാതയിലാണ് തുടങ്ങിയ ഈ കുറിപ്പുകളൊക്കെ പങ്കുവെച്ച്, മാത്രമല്ല ഇന്നലെ കഴിഞ്ഞ ദിവസം ഭർത്താവ് വീട്ടിലെത്തി ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പങ്കുവെച്ചായിരുന്നു ഈ കുറിപ്പ് ഈ കോളേജ് അധ്യാപിക പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ബിനാനിപുരം പോലീസ് ഈ ഭർത്താവായ വൈശാഖിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം, അതായത് നാളെ തന്നെ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, സ്നേഹമോൾ വിവരങ്ങൾ നൽകിയത്. അധ്യാപികയെ ഭർത്താവ് വീട്ടിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ചു.